രാത്രി 9 to 9:30 വരെ എന്തെങ്കിലും ഒരു കോമഡി പ്രോഗ്രാം കണ്ടിട്ടേ കിടക്കാറുള്ളൂ. അപ്പൊ ഞാനും അമ്മയും കൂടിയാണ് ആ കോമഡി പ്രോഗ്രാം കാണാറില്ല കേട്ടോ. വൈഫ് എയിംസ് ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിള്ളേരിപ്പോ പഠിക്കുന്നത് വൈഫിന്റെ വീട്ടിലാണ്. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ കാണിക്കാം. അപ്പൊ അമ്മ എന്താ പറയുന്നത് നോക്കാം. എന്താ സീരിയൽ കാണണോ? NCV വാർത്ത കാണാണ്. അപ്പൊ ഞങ്ങളുടെ സീരിയല് അലിയൻസ് എന്ന് പറഞ്ഞ സീരിയലാണ്. ഞങ്ങളെല്ലാരും കാണുന്നതായിരിക്കും. അമ്മ ഒരു പഴയ ഒരു നമ്മുടെ ബാങ്കിലെ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അമ്മ എല്ലാ കാര്യങ്ങളും ഡയറി കുറിച്ച് വെക്കാറുണ്ട്. ഇന്നിപ്പോ എന്താ കുറിച്ച് വെക്കുന്നമ്മേ? ഇന്നിപ്പോ അച്യുതാനന്ദന്റെ മരണവും അവരുടെ പിന്നെ ശേഷക്രിയകൾ നടത്താൻ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും അതിന്റെ കാര്യങ്ങളെല്ലാം കാണുക. അതാണ് ഇപ്പൊ എനിക്ക് കുറിച്ചെടുക്കുന്നത്. അതാ പിന്നെ ഈ വാർത്തയിൽ കാണുന്ന മുഴുവൻ കുറിച്ചെടുക്കും. വാർത്തയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നാല് അത് കുറിച്ചെടുക്കും. സാധാരണ സീരിയൽ കാണാറില്ല. ഇന്ന് സീരിയലൊന്നും ഇല്ലല്ലോ. ഇന്ന് സീരിയലില്ല. ഇന്ന് വാർത്തകൾ മാത്രമേ ഉള്ളൂ. പിന്നെ NCV വാർത്തയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് സാധാരണ 9 തൊട്ട് 9:30 വരെ എന്തെങ്കിലും കോമഡി പ്രോഗ്രാം കാണും. പിന്നെ 9:30 തൊട്ട് അമ്മ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ പോകും. ഞാൻ ചെറിയൊരു മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്. ഒരു 10 തൊട്ട് ഒരു 10:30-11 വരെ മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഉറക്കത്തിന് പോവാറ്. 11 മണിക്കാകുമ്പോഴേക്കും എല്ലാവരും ഉറക്കത്തിലേക്ക് പോകും. ഇത് ഞങ്ങള് രാത്രി കാണുന്ന ഒരു സീരിയലാണ്. 1/2 മണിക്കൂറേ കാണുള്ളൂ. അമ്മ എന്താ ഉണ്ടാക്കുന്നത് രാവിലെ? രാവിലെ നല്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കുക, പൊള്ളിച്ചെടുക്കുക. ഗോതമ്പ് ദോശ പൊള്ളിച്ചെടുക്കുക. ചില ദിവസം പുട്ട്, ചില ദിവസം ഇഡ്ഡലി, ദോശ. ഇന്നിപ്പോ ഞാന് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. നല്ല പൊള്ളിച്ചെടുക്കുക. നോക്കി എണ്ണ പരട്ടുന്നതാണിത്. നല്ലെണ്ണയാണ്. പിന്നെ നമ്മളെ പഴയ കാലത്തെ എള്ളെണ്ണ എന്ന് പറയും. അതാണ് പരട്ടുന്നത്. എന്നാ പിന്നെ എളുപ്പം ഇളക്കി എടുക്കാം. ദോശ ഉണ്ടാക്കുന്നു കണ്ടോ. ഇതിപ്പോ ഗോതമ്പ് മാവ്, ഗോതമ്പ് പൊടി. ആശീർവാദ ആട്ടപ്പൊടിയേ പറ്റുള്ളൂ. നല്ല ഗോതമ്പ് പൊടി വാങ്ങിയിട്ട് നല്ല ശുദ്ധമായ വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് ആ വെള്ളത്തിലാണ് നമ്മള് കലക്കി ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്നത്. നല്ല ശുദ്ധമായ ഗോതമ്പ് പൊടി. അപ്പൊ ഇവിടെ കുറച്ച് 3-4 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3-4 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കൊള്ളാൻ വേണ്ടിയിട്ട്, നല്ലപോലെ വേകാൻ വേണ്ടി. അടച്ചു വെക്കുകയാണെങ്കിൽ വേഗം ആകും. എന്നിട്ട് മറുവശത്തും എണ്ണ വരട്ടി ശരിക്ക് എടുക്കണം. രാവിലെ തന്നെ നല്ല മഴയാ എല്ലായിടത്തും. കേരളത്തിൽ മൊത്തം നല്ല മഴയാണെന്ന് അറിയാം. ഫ്രണ്ട്സ്, ഒരു സെക്കൻഡ് ഹാൻഡ് പഞ്ച് വണ്ടി എടുത്തായിരുന്നു. അപ്പോൾ ഈ വണ്ടി നമ്മൾ ഇന്നൊരു സർവീസ് സെൻറ്ററിൽ ചെക്കപ്പിന് കൊണ്ടുപോവാണ്. അപ്പോൾ എന്തെങ്കിലും അതിനകത്ത് പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ ചെക്കപ്പിന് കൊണ്ടുപോകുന്നത്. നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ചെക്കപ്പ് ചെയ്തായിരുന്നു. അത് സർവീസ് ഹിസ്റ്ററിയാണ് എടുത്തത്. വലിയ കാര്യമായിട്ട് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ നമുക്ക് ഒന്ന് പോയി നോക്കാം. അപ്പം എന്തായാലും ഒന്ന് കൊണ്ടുപോയി നോക്കാം. ഇപ്പോൾ രാവിലെ സമയം 8 അപ്പോൾ വണ്ടി അത്യാവശ്യം SUV സ്റ്റാൻഡ്സ് ഉള്ള വണ്ടിയാണ്. അതായത് നമുക്ക് കയറിയിരുന്ന് കഴിഞ്ഞാൽ ബോണറ്റ് കണ്ട് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അപ്പോൾ ലേഡീസിനൊക്കെ യൂസ്ഫുൾ ആണ്. പിന്നെ പഴയ വണ്ടി മാറ്റാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ വണ്ടി മാനുവലായിരുന്നു. അപ്പോൾ ഈ വണ്ടി ഓട്ടോമാറ്റിക്കാണ്. പിന്നെ നല്ല സ്പേസ് ഉണ്ട്. ക്യാബിനാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലേഡീസിന് വൈഫിനൊക്കെ ഓടിക്കാനാണെങ്കിലും ഭാവിയിൽ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. 2022 മോഡൽ വണ്ടി തന്നെയാണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കമ്പനി കൊണ്ടുപോയിട്ട് ഫുള്ള് ഒരു ചെക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ അഥവാ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ അവർ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ചെക്കപ്പ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി, ഇപ്പോൾ ഈ വണ്ടി എന്ന് വെച്ചാൽ ടാറ്റയുടെ പഞ്ചാണ്. അപ്പോൾ നമുക്ക് അധികം ഓട്ടം ഇല്ലാത്ത സ്ഥിതിക്ക് ഈ 5 സ്റ്റാർ വണ്ടി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമുക്ക് വലിയ ഓട്ടമില്ല. അതായത് എവിടെയെങ്കിലും ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഓടുക, അല്ലെങ്കിൽ പിന്നെ പേഴ്സണൽ ഓട്ടങ്ങളൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ വണ്ടി കുഴപ്പമില്ല. പിന്നെ ഒരുപാട് നമുക്ക് മൈലേജ് പ്രതീക്ഷയുണ്ട്, കാരണം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും സർവീസ് സെൻറ്ററിലേക്ക് പോകാം. അവിടുന്ന് ബാക്കി കാണാം. സോ നമ്മളിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോവുകയാണ്. എന്തായാലും ഒന്ന് കൊണ്ടുപോയി നോക്കുന്നത് നല്ലതാണ്.
നല്ല മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് നമുക്ക് അധികം AC യുടെ ആവശ്യമില്ല അല്ലേ. എല്ലാവരും നിങ്ങൾ കാണുന്ന ആൾക്കാർക്കൊക്കെ കാറുകളൊക്കെ ഉണ്ടാവും. സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കരുത് പോകുമ്പോൾ. അതുപോലെ ഇപ്പോൾ മഴയുള്ള ടൈമിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വൈപ്പർ കറക്റ്റ് ആണെന്ന് നോക്കണം. വൈപ്പർ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളത് മേടിച്ച് വൈപ്പർ നോക്കണം. ഇപ്പം ഞാനിത് ഇന്നലെ പുതിയ വൈപ്പർ മേടിച്ചാണ്, 800 രൂപയായി. ഇവിടുന്ന് അധികം ദൂരം ഇല്ല കേട്ടോ. അപ്പോൾ സിറ്റി മോഡിലാണ് വണ്ടി നമ്മൾ എടുക്കുമ്പോൾ. സിറ്റി മോഡിലാണ്. സിറ്റി മോഡിൽ ഒരു സാധാരണ, അതായത് നമുക്ക് എക്കോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എക്കോയിലേക്ക് മാറ്റി. എക്കോയിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് പതുങ്ങും, അതുപോലെ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും. ഇപ്പോൾ സിറ്റിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും സിറ്റി മോഡിൽ നമുക്ക് കുറച്ചും കൂടി ഒരു സ്പീഡ് ഉണ്ടാവും. അതായത് ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് റോഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അധികം വണ്ടികളൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ എക്കോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഇപ്പം എന്തായാലും സിറ്റി മോഡാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത്. സിറ്റി മോഡിൽ തീർച്ചയായിട്ടും മൈലേജ് കുറവായിരിക്കും. ഞാൻ എടുത്തു കഴിഞ്ഞൊരു 2000 രൂപയുടെ പെട്രോൾ അടിച്ചു. സോ ഞാൻ ഈ വണ്ടിക്ക് വലിയ വലിയ കുഴപ്പങ്ങളൊന്നും കാണില്ല എന്ന് തന്നെ വിചാരിക്കുന്നത്. കാരണം സർവീസ് ഹിസ്റ്ററി ഓക്കെയാണ്. പിന്നെ നമ്മൾ ഒന്ന് പോയി ഒരു 1 ടൈം ചെക്കപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ കുഴികളുണ്ടാവും റോഡ് സൈഡിൽ ഒക്കെ, വെള്ളക്കെട്ടുകളും കുഴികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുഴികളിൽ ചാടുന്ന ഘട്ടങ്ങൾ ഉണ്ടാകുമോ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതായത് നമ്മൾ കുഴികളിൽ ചാടി കഴിഞ്ഞാൽ ചിലപ്പോൾ ടയറിന് പ്രശ്നങ്ങളോ, അങ്ങനെ ടയർ കറക്റ്റാണോ നോക്കണം. ടയർ നിങ്ങൾ എപ്പോഴും കഴിവതും ആ ഒരു സമയമാവുമ്പോൾ മാറ്റുക, ടയർ മാറ്റുക. ഒരു 5 വർഷം 6 വർഷം തോന്നുന്നു ടയറിൻ്റെ കാലാവധി. ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയറുകൾ മാറ്റുക. അതുപോലെ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെ ടാറ്റയുടെ സർവീസ് സെൻറ്ററിൽ വന്നപ്പോൾ കുറച്ച് വാഹനങ്ങൾ ഇടിച്ച് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി പറയുകയാണേ, ഇവിടെ ഒരുപാട് ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടുള്ള വന്ന ആളുകൾ പറയുന്നുണ്ട് ടാറ്റയുടെ വണ്ടി ആയതുകൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. സർവീസ് കുറച്ച് മോശമാണെങ്കിലും ഇങ്ങനെ ഉള്ള എന്തെങ്കിലും ആക്സിഡൻറ്റിൽ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ സേഫ്റ്റി ടാറ്റ കാറുകളത് ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഈ സർവീസിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്, അത് സത്യം തന്നെയാണ്. കുറച്ച് മൈലേജും കൂടെ ഡ്രോപ്പായിരിക്കും. പക്ഷേ വണ്ടി ഓടിക്കുക എന്നുള്ള സ്റ്റിയറിംഗ് ഫീലും എല്ലാം വളരെ മികച്ചത് തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ സർവീസൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നു, കാറിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ യാത്രകളിൽ കാറുമായിട്ട് പോകാവുന്നതാണ്. ഞാൻ നേഴ്സസിനും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിനും ഒക്കെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. ഫാർമസിസ്റ്റിനൊക്കെ പുറത്ത് പോയി ക്ലാസ് എടുക്കും. അപ്പം ഞാനിരുന്ന് ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥലം കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളും യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ കമ്പ്യൂട്ടർ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് ഫിഷുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഫിഷ് കണ്ടില്ലേ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ആർത്തിയോടെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു ഫിഷ് ഉണ്ട്. ഇവർക്കിന്ന് രാവിലത്തെ ഭക്ഷണം കൊടുത്തിട്ടില്ല, കൊടുക്കണം. ഇവിടെ എൻ്റെ ചെയ്യാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ 1-2 ദിവസങ്ങളിലൊരു വ്ളോഗ് ഇടണമെന്നാണ് കരുതുന്നത്, ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അതിന് നമ്മുടെ ചെറിയ യാത്രകളും ഒക്കെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ള വ്ളോഗായിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും നല്ലോണം ഇരിക്കട്ടെ, ഹാപ്പി ആയിരിക്കുക. എല്ലാവർക്കും ആരോഗ്യവും ആശംസകളും ആഗ്രഹങ്ങളും നിറവേറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.